കനത്ത മഴയിൽ ഒറ്റപ്പാലത്തും പരിസര പ്രദേശങ്ങളിലും 100-ലേറെ വീടുകളിൽ വെള്ളം കയറി. പലയിടങ്ങളിലും ഫയർഫോഴ്സ് സംഘം എത്തിയാണ് ആളുകളെ രക്ഷപ്പെടുത്തിയത്. കനത്ത മഴയെ തുടർന്ന് NSS ട്രെയിനിംഗ് കോളേജിൽ നഗരസഭയുടെ നേതൃത്വത്തിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. കനത്ത മഴയെ തുടർന്നാണ് ഒറ്റപ്പാലത്ത് വിവിധ പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറിയത്. കണ്ണിയമ്പുറം 7 മുറി ആശുപത്രിക്ക് എതിർവശം ഗാന്ധിനഗർ റെസിഡൻസ് അസോസിയേഷൻ ഏരിയയിൽ 40-ലധികം വീടുകളിൽ വെള്ളം കയറി. പ്രദേശത്ത് ഫ്ളാറ്റിൽ കുടുങ്ങിക്കിടന്ന വയോധികരെയും കുട്ടികളെയും സ്ത്രീകളെയും പ്രദേശവാസികളും നഗരസഭാ ആരോഗ്യ വിഭാഗവും ചേർന്നാണ് രക്ഷപ്പെടുത്തിയത്. ഫയർഫോഴ്സ് സംഘം എത്തി മറ്റു വീടുകളിൽ കുടുങ്ങിക്കിടന്നവരെ പുറത്തെത്തിച്ചു. ജാസ് തിയേറ്ററിന് എതിർവശം ശാന്തിനഗറിലും നിരവധി വീടുകളിൽ വെള്ളം കയറി. വീടുകളിൽ കുടുങ്ങിയവരെ നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്നാണ് പുറത്തെത്തിച്ചത്. ഈസ്റ്റ് ഒറ്റപ്പാലം വടക്കേപാത വിവേകാനന്ദ റെസിഡൻസ് അസോസിയേഷൻ ഭാഗങ്ങളിലും വീടുകളിൽ വെള്ളം കയറി. നിരവധി വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി. കണ്ണിയമ്പുറം സൗത്ത് പനമണ്ണ പാതയിൽ തോട്ടുപാലത്തിന് സമീപം വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. ഈസ്റ്റ് ഒറ്റപ്പാലം അമ്പലപ്പാറ പാതയിൽ കാഞ്ഞിരക്കടവ് തോട്ടിലും വെള്ളം കയറി റോഡിൽ ഗതാഗതം നിർത്തിവെച്ചു. സമീപത്തെ മസ്ജിദിലും വെള്ളം കയറി. കൂടാതെ കുതിരവഴി പാലത്തിന് മുകളിലും വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. കനത്ത മഴയെ തുടർന്ന് നഗരസഭയുടെ നേതൃത്വത്തിൽ NSS ട്രെയിനിംഗ് കോളേജിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. സഹായത്തിനായി പ്രത്യേക കൺട്രോൾ റൂമും തുറന്നു. നിലവിൽ 30ഓളം കുടുംബങ്ങൾ ക്യാമ്പിലുണ്ട്. കെ പ്രേംകുമാർ MLA ക്യാമ്പ് സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. നമ്മുടെ സംസ്ഥാനത്ത് ആകെയുള്ള ഭാഗമായി നമ്മുടെ ജില്ലയിലും ഒറ്റപ്പാലം മണ്ഡലത്തിലും വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കയറിയിരിക്കുകയാണ്. ഇപ്പോൾ ഞാനിവിടെ ഉള്ളത് ഒറ്റപ്പാലം NSS കോളേജ് ട്രെയിനിങ് സെൻ്ററിലുള്ള ക്യാമ്പിലാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഒറ്റപ്പാലം നഗരസഭ സംഘടിപ്പിക്കുന്ന ക്യാമ്പാണ്. എന്നോടൊപ്പം നഗരസഭാ ചെയർപേഴ്സണുണ്ട്, വൈസ് ചെയർമാനുണ്ട്, തഹസിൽദാരുണ്ട്, മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെല്ലാവരും ഉണ്ട്. ജനപ്രതിനിധികളുടെ എല്ലാവരുടെയും മറ്റ് കൗൺസിലർമാരെല്ലാവരും ഉണ്ട്. ജനപ്രതിനിധികളുടെ എല്ലാം നല്ല ഇടപെടലിൻ്റെയും വിജയൻ്റെയും ഭാഗമായിട്ടാണ് അടിയന്തരമായി ഇവിടെ ഈ ക്യാമ്പ് ആരംഭിച്ചിട്ടുള്ളത്. 22ഓളം പേർ ഇപ്പോൾ ഈ ക്യാമ്പിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ പനമണ്ണ പ്രദേശത്ത് ഒരു അംഗൻവാടി കേന്ദ്രീകരിച്ച് 19 പേരെ വീടുകളിൽ നിന്ന് മാറ്റി താമസിപ്പിച്ച 19 പേരെ ഒരു അംഗൻവാടിയിലാണ് അവിടെ സമീപത്ത് അവർക്ക് ക്യാമ്പ് ഒരുക്കിയിട്ടുള്ളത്. ഇനിയും വെള്ളം കയറുന്ന സമയം അതിനെ കൂടി മറികടക്കാൻ കഴിയുന്ന നിലയിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തി വരികയാണ്. മറ്റു ചില പ്രദേശങ്ങളിൽ കണ്ണിയമ്പുറം ഉൾപ്പെടെയുള്ള പ്രദേശത്ത് വീടുകളിൽ വെള്ളം കയറിയതിൻ്റെ ഭാഗമായി ക്യാമ്പുകളിലേക്ക് വരാതെ സ്വന്തക്കാരുടെയും ബന്ധുക്കളുടെയും ഒക്കെ വീടുകളിലേക്ക് ആളുകൾ പോയിട്ടുള്ള സാഹചര്യമുണ്ട്. എന്തായാലും ഏത് വിഷയത്തെയും അഭിമുഖീകരിക്കാൻ സജ്ജമാകുന്ന നിലയിലുള്ള കൺട്രോളുകളും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ആവശ്യമായ സന്ദർഭങ്ങളിൽ വിവരം ആളുകൾക്ക് കൊടുക്കാനും അപകടകരമായ സ്ഥലത്തു നിന്ന് മാറ്റിപ്പാർപ്പിക്കാനും ഒക്കെയുള്ള നിർദ്ദേശങ്ങൾ പോലീസും റവന്യൂ വകുപ്പും എല്ലാം നൽകിയിട്ടുണ്ട്. ജനപ്രതിനിധികളും സന്നദ്ധ പ്രവർത്തകരും ഒക്കെ ആ കാര്യങ്ങളിൽ കൗൺസിലർമാരുടെയൊക്കെ ഒരു ഇടപെടലിൻ്റെ ഭാഗമായി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. സ്ഥിതിഗതികൾ കൂടുതൽ പ്രയാസമില്ലാതെ മുന്നോട്ട് പോകുമെന്ന പ്രതീക്ഷയാണുള്ളത്. കാലവർഷത്തിൻ്റെ ശമനത്തിനനുസരിച്ച് മറ്റ് തുടർ നടപടികൾ നമുക്ക് സ്വീകരിക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. എവിടെയെങ്കിലും അത്തരത്തിൽ വെള്ളം വീടുകളിൽ കയറി താമസിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായാൽ അവരെയൊക്കെ അതാത് കേന്ദ്രങ്ങളിലേക്ക് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ ഒറ്റപ്പാലം നഗരസഭാ പ്രദേശത്ത് ഏത് നിലയിലുള്ള പ്രശ്നമുണ്ടായാലും അതിനെ നേരിടാൻ ഒറ്റപ്പാലം നഗരസഭയിൽ നല്ല നിലയിലുള്ള തയ്യാറെടുപ്പാണ് നടത്തിയിട്ടുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.